2 ഫ്രൈഡേസിലും ഞാൻ ഫ്രൈഡേ റൊട്ടീൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്താ ചെയ്യാത്തതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ ഫ്രൈഡേസും സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, എനിക്കിങ്ങനെ വീഡിയോസും കൂടെ എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കുറയുന്ന പോലെ തോന്നി. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തത് ഇന്ന് രാവിലെ ഫോൺ എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന കമൻ്റാണ് ഇന്ന് ഫ്രൈഡേ റൊട്ടീൻ ചെയ്യണേന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസും എടുത്തു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഉച്ചയ്ക്കത്തുള്ള ഫുഡ് വരെ ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രെയർ ടൈം ആകുമ്പോൾ ഫ്രീ ആകണം എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള കാര്യമായിരുന്നു. ഈ സ്റ്റാൻഡിന് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴാണ് മനസ്സിലായത്. ഇതേതായാലും ആമസോണിൽ അവൈലബിൾ ആണ്. ഉള്ളിൽ പുകയ്ക്കാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ചാർക്കോളും ബഖൂർ ഊതുമാണ്. അതും ആമസോണിൽ അവൈലബിൾ ആണ്. നമ്മളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നീറ്റായിട്ടുള്ള ഡ്രസ്സ് വേണം നമ്മൾ എപ്പോഴും ഫ്രൈഡേ യൂസ് ചെയ്യേണ്ടത്. ഞാനും എൻ്റെ വീട് നീറ്റായി കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റായി പോയി. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നല്ല ഡിന്നറിന് വേണ്ടിയിട്ട് തിരുവിതാംകോട് സ്പെഷ്യൽ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നേ, അതുകൊണ്ട് അതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കേരളത്തിൽ ഇതിനെ ഇറച്ചിപ്പിടിയെന്നും ചെമ്മീൻ പിടിയെന്നും കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹാഫ് തമിഴാണേ. തമിഴ്നാട്ടിൽ ഇതിനെ ചക്കോലി എന്നാണ് പറയാറ്. അങ്ങനെ ചെമ്മീൻ പിടീൻ്റെ കൂടെ നല്ല കടുപ്പമുള്ള കട്ടൻ ചായ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല റാഹത്തായി. ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങളൊക്കെ കമൻസിൽ പറയുന്ന പോലെ കുറേ നേരം പീസ്ഫുൾ ആയിട്ടിരുന്നു. പക്ഷേ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത്ര പീസ്ഫുൾ അല്ല. കാരണം നമ്മൾ പുറകിൽ അത്രയും പണി ചെയ്യുന്നുണ്ട്. അത്രയും പണി ചെയ്യുന്നതിൻ്റെ പ്രഷർ നമുക്ക് എന്തായാലും ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ്.